സദസ്സിൽ സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്കാണ് ഗുഡ് സർവീസ് എൻട്രി. ക്രമസമാധാന വിഭാഗം ADGPയുടേതാണ് നടപടി. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, വലിയ ചർച്ചയായ വിഷയമാണ് നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയതും പോലീസ് വലിയ വിമർശനവുമൊക്കെ കേട്ട ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അത് ഏറെ കൗതുകവും ഒപ്പം വാർത്താ പ്രാധാന്യവുമുള്ളതല്ലേ? അശ്വതി, നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് പ്രത്യേക സമ്മാനം നൽകാനാണ്, ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് ഇപ്പോൾ ഉന്നതതല തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ളവരുടേതാണ് ഈ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. ശ്രീ പറഞ്ഞതുപോലെ തന്നെ നവകേരള സദസ്സ് അത് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ സംഘർഷഭരിതമായിരുന്നു. പോലീസ് ഇതിൽ കാണുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും, അതായത് ഒരു വാഹനത്തിൽ തന്നെയാണ് 21 പേർ ചലിക്കുന്ന ക്യാബിനറ്റ് എന്ന നിലയിൽ ഇവരുടെ സഞ്ചാരമുണ്ടായത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ വലിയ കടുത്ത പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വന്നു. അവിടെയൊക്കെയും ഈ പ്രതിഷേധക്കാരെ ചെറുക്കുന്നതിന് DYFI പ്രവർത്തകരോ CPM പ്രവർത്തകരോ പൊതുജനത്തിലേക്ക് എത്തുന്ന സാഹചര്യം, അവിടെയെല്ലാം തന്നെ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സംയമനത്തോടെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആണെങ്കിൽ തന്നെയും മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക്, അതായത് ഈ ബസ്സിന് നേരെയുള്ള ആക്രമണം, ചെരുപ്പേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു പോകാതെ കാട്ടാക്കടയിലാണ് ഒടുവിൽ ഈ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇടിച്ചു വീഴ്ത്തിയത്. പക്ഷെ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നേരത്തെയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യാത്ര അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യാത്ര ചർച്ച വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയെല്ലാം തന്നെ ഈ പോലീസിന്റെ ഇടപെടൽ, കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്റലിജൻസിന്റെ ചില നീക്കങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി കരിങ്കൊടി കാണിക്കാനുള്ള സ്ഥലങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അവിടെ ഒളിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചു നിന്ന മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രവർത്തകരെയൊക്കെയും കരുതൽ തടങ്കലിലെടുത്തത്, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG തലം വരെയുള്ള ആളുകൾക്കാണ് ഈ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത്. പക്ഷേ നമുക്കറിയാം, പോലീസിന്റെ നടപടി അത് ഏറ്റവും ഒടുവിൽ DGP ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാക്കൾ, ഏറ്റവും മുതിർന്ന നേതാക്കൾ പ്രസംഗിച്ചു നിൽക്കെ തന്നെ പോലീസിന്റെ ആക്ഷൻ ഉണ്ടാകുന്നു. അവിടെ ഗ്രനേഡും കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിക്കുന്നു. പോലീസ് പലയിടങ്ങളിലായി വാഹനം തട്ടി വീണ ആളിനെ പോലും ലാത്തി കൊണ്ടടിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ DYFI പ്രവർത്തകർക്കൊപ്പമോ CPM പ്രവർത്തകർക്കൊപ്പമോ ചേർന്ന് പ്രതിപക്ഷത്തെ പ്രവർത്തകരെ തല്ലിച്ചതച്ചു എന്നുള്ള ആക്ഷേപം, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ റോഡിൽ ഒതുങ്ങി നിന്ന് പ്രതിഷേധിച്ചവരെ ലാത്തി കൊണ്ടടിച്ചു എന്ന ആക്ഷേപവും അതിന് പിന്നാലെ വന്ന കേസും, ഇത്തരം വലിയ വിമർശനം പോലീസ് നേരിടുന്നുമുണ്ട്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു, ഈ ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാർ നേരിടുന്നു, സേന നേരിടുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിനെതിരെയുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഈ യാത്ര മറ്റു കുഴപ്പങ്ങളില്ലാതെ 21 പേർ, അത് ക്യാബിനറ്റ് ആണ് സഞ്ചരിച്ചത്. ആ ക്യാബിനറ്റിനെ സുരക്ഷിതമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞു. ആ ഒരു മെരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സേനയുടെ തീരുമാനം. അശ്വതി.